तीन बच्चे इधर अभी आए हैं, अब वो आए हैं बराबर 131 पे 131 पे आया है। वो जब 130 को बराबर लॉक करके अंदर गए हो। अभी देखिए ये तो नीट का एग्जाम आ गया, 1 महीना पहले अनाउंस हो गया था। हाँ, हर पूरा इंडिया को, ऑल इंडिया सबको मालूम है कि आज 21 को नीट एग्जाम है करके। मगर आज ये कांग्रेस की रैली रख गया है, तो कांग्रेस की रैली किधर, इधर ही है पैलेस ग्राउंड पे। तो 3 आवर से इधर रोड ब्लॉक है, तो बच्चे कैसे आएंगे इधर? जहाँ में फंस के तीन अभी 4 आ गया, अभी और क्या गया, चार चिल्ड्रंस को अभी एग्जाम नहीं है। എൻ്റെ മകളുടെ ജീവിതം തകർന്നു. കണ്ടില്ല, എൻ്റെ മകൾ ബോധമില്ലാതെ കിടക്കുന്നു. ഇനി അവൾ ബോധം വിട്ടുണർന്നു വന്നാൽ ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യും. ഒരച്ഛൻ്റെ നിലവിളിയാണ്. ഈ നിലവിളി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉണ്ട്, പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കുന്നില്ല. തൻ്റെ മകൾ ആത്മഹത്യ ചെയ്യും, അവൾ തകർന്ന് തളർന്ന് ബോധരഹിതയായി നിലത്ത് കിടക്കുമ്പോൾ നിസ്സഹായനായി ഒരു അച്ഛൻ നിലവിളിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ കാണിച്ചേനെ. അതിൽ പ്രതി BJP, നരേന്ദ്രമോദി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ആയിരുന്നുവെങ്കിൽ. പക്ഷേ ഇവിടെ പ്രതിസ്ഥാനത്ത് ഇവിടുത്തെ മാധ്യമങ്ങളുടെ മാനസപുത്രനായ രാഹുൽ ഗാന്ധിയാണ്. ഇന്നലെയായിരുന്നു നീറ്റ് പരീക്ഷയുടെ പുനഃപരീക്ഷ. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു, വലിയ പ്രശ്നമാണ്. രാജ്യത്ത് വലിയ കോലാഹലമുണ്ടായി. സ്വാഭാവികമായും ഒരുപാട് കുടുംബങ്ങളെ, കുട്ടികളെയൊക്കെ ബാധിക്കുന്ന വലിയ വിഷയമാണ്, നമുക്ക് തർക്കമില്ല. നമ്മളും കേന്ദ്ര സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള വീഴ്ച അല്ലെങ്കിൽ ഉദാസീനതയെ ചൂണ്ടിക്കാട്ടി ഇന്ത്യ ലൈവും നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ അതിനുശേഷം പരീക്ഷ ഏറ്റവും കുറ്റമറ്റ രീതിയിൽ നടത്താൻ വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കി. പരീക്ഷാ ചോദ്യപേപ്പറുകൾ സൈന്യത്തിൻ്റെ, വ്യോമസേനയുടെ വിമാനങ്ങളിൽ എത്തിക്കുന്നു. കേന്ദ്ര സേനയുടെ CASFൻ്റെയും CRPFൻ്റെയും സംരക്ഷണയിലാണ് പരീക്ഷ നടക്കുന്നത്. ഒരു തരത്തിലും പരീക്ഷാ പേപ്പർ ചോരില്ല എന്നുറപ്പാക്കാൻ ടെലഗ്രാം എന്ന കുപ്രസിദ്ധമായ ഇത്തരം പരീക്ഷാ പേപ്പർ ചോർച്ചകൾക്ക് ഏറ്റവും കൂടുതൽ കാരണമെന്ന് ആരോപിക്കപ്പെട്ട ടെലഗ്രാം ആപ്പ് വരെ നിരോധിച്ചിട്ട് പരീക്ഷ കൃത്യമായി നടത്തുകയാണ് ഇന്നലെ കേന്ദ്ര സർക്കാർ ചെയ്തത്. ആ പരീക്ഷ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതി. കർണാടകയിലും പരീക്ഷയുണ്ടായിരുന്നു. കർണാടകയിൽ ഈ പരീക്ഷ എഴുതാൻ വേണ്ടി കുട്ടികൾ വരുന്ന സമയത്ത് കർണാടകയിൽ ബാംഗ്ലൂർ നഗരത്തിൽ വലിയ ട്രാഫിക് ബ്ലോക്കായിരുന്നു. 3 മണിക്കൂറിലേറെയാണ് വാഹനങ്ങൾ നിശ്ചലമായി കിടന്നത്. 3 മണിക്കൂർ. പരീക്ഷ എഴുതാൻ പരീക്ഷാ ഹാളിൽ 1 മണിക്കൂർ മുമ്പ് എത്തണമെന്നാണ് വ്യവസ്ഥ. പക്ഷേ 3 മണിക്കൂറായി ബാംഗ്ലൂർ നഗരം നിശ്ചലമായി. പാലസ് റോഡിനടുത്തുള്ള ഗ്രൗണ്ടിൽ കോൺഗ്രസ് പാർട്ടിയുടെ വലിയ സമ്മേളനം നടക്കുകയാണ്. രാഹുൽ ഗാന്ധി അവിടെ പ്രസംഗിക്കുന്നു. രാഹുൽ ഗാന്ധി ആ പരീക്ഷ നടക്കുന്ന സ്ഥലം RC കോളേജ് എന്ന് പറഞ്ഞ കോളേജ് ഈ പാലസ് ഗ്രൗണ്ടിനടുത്താണ്. അവിടേക്ക് എത്തി പറ്റാൻ ഒരു മാർഗവുമില്ലാതെ കുട്ടികൾ വലഞ്ഞു. അവർ ഓട്ടോറിക്ഷ പിടിച്ച് വന്നവരുണ്ട്, കാറിൽ വന്നവരുണ്ട്, ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിപ്പോയവരുണ്ട്. അവരൊക്കെ ഓടിപ്പിടിച്ച് ഒരു തരത്തിൽ പരീക്ഷാ ഹാളിലേക്ക് എത്തി. പക്ഷേ 4 കുട്ടികൾക്ക് കൃത്യസമയത്ത് എത്താൻ പറ്റിയില്ല, അവർക്ക് കയറാൻ പറ്റിയില്ല. നോക്കൂ, നിങ്ങൾ നിലവിളിച്ചത് ഇങ്ങനെയല്ലേ? കുട്ടികൾ 1 വർഷം മുഴുവൻ കാത്തിരുന്ന് പഠിച്ച കുട്ടികൾ, അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയുന്നില്ല. അപ്പോൾ അവരുടെ ജീവിതം ഇരുളടഞ്ഞു പോകുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതേ സമയത്ത് ഡൽഹിയിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഡൽഹിയിൽ ഒരു മനുഷ്യൻ വിമാനത്തിൽ വന്നിറങ്ങി. ആ മനുഷ്യൻ 45 മിനിറ്റ് ആ വിമാനത്താവളത്തിലിരുന്നു. ആ മനുഷ്യൻ്റെ പേര് നരേന്ദ്രമോദി എന്നാണ്. കൊൽക്കത്തയിൽ യോഗാ ദിനാഘോഷങ്ങൾ കഴിഞ്ഞിട്ട് നരേന്ദ്രമോദി ദില്ലി വിമാനത്താവളത്തിൽ ഇറങ്ങിയത് 1:15. പ്രധാനമന്ത്രി പറഞ്ഞു, ഞാനിപ്പോൾ പോകുന്നില്ല. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോയാൽ എല്ലാ റോഡുകളും ബന്ദോബസ്ത് ചെയ്യും, ട്രാഫിക് വഴിതിരിച്ചു വിടും, സിഗ്നലുകൾ ഓഫാക്കി പ്രധാനമന്ത്രിക്ക് വേണ്ടി വഴി ഒഴിപ്പിച്ചിടും. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ഡൽഹിയിൽ വലിയ ട്രാഫിക് ഉണ്ടാവുകയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുകയും ട്രാഫിക് ജാം ഉണ്ടാവുകയും അതുമൂലം നീറ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഒരുപക്ഷെ തടസ്സമുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് 45 മിനിറ്റ് ഈ പരീക്ഷാ സമയം കഴിഞ്ഞ് എല്ലാ കുട്ടികളും 2 മണിക്ക് പരീക്ഷാ ഹാളിൽ കയറി എന്നുറപ്പായതിനു ശേഷം മാത്രമേ ഞാൻ വിമാനത്താവളം വിടൂ എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തീരുമാനിക്കുന്നു. നരേന്ദ്രമോദി അവിടെ ഇരിക്കുന്നു 45 മിനിറ്റ്. അതേസമയം പരീക്ഷ നടക്കുന്ന ഹാളിന് തൊട്ടടുത്ത് ഒരു വലിയ സമ്മേളനം ഭരണകക്ഷിയായ കോൺഗ്രസ് പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്നു കർണാടകയിൽ, ബാംഗ്ലൂരിൽ. അതിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധി വരുന്നു. രാഹുൽ ഗാന്ധി നീറ്റ് പരീക്ഷ എഴുതാൻ കഴിയാത്ത, മാറ്റിവെച്ചതേ ഉള്ളൂ, പരീക്ഷാ പേപ്പർ ചോർന്നു പോയി എന്നതിൻ്റെ പേരിൽ പരീക്ഷ ഒന്ന് മാറ്റിവെച്ചു. അതിൻ്റെ പേരിൽ വലിയ ആക്ഷേപങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ
ഉന്നയിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യനാണ് എന്ന് പറയുകയും ചെയ്ത അതേ രാഹുൽ ഗാന്ധിക്കറിയാം 2 മണിക്ക് ബാംഗ്ലൂരിൽ പാലസ് ഗ്രൗണ്ടിൽ ഒരു വലിയ കൂറ്റൻ പ്രകടനം റാലി സംഘടിപ്പിച്ചാൽ അതിനും മണിക്കൂറുകൾക്ക് മുമ്പേ ബാംഗ്ലൂർ നഗരം നിശ്ചലമാകുമെന്നറിയാം. അവിടുത്തെ സർക്കാരിനറിയാം, കോൺഗ്രസ് പാർട്ടിക്കറിയാം, ഈ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ അതിൽ പെട്ടുപോകുമെന്നും അറിയാം. പക്ഷേ റാലി നടക്കട്ടെ എന്ന് രാഹുൽ ഗാന്ധി തീരുമാനിച്ചു. നോക്കൂ, 2 മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡ്. രാഹുൽ ഗാന്ധി പറയും കണ്ണിൽ ചോരയില്ലാത്ത നരാധമനായ ഒരു മനുഷ്യനാണ് നരേന്ദ്രമോദി എന്ന് പറയും. പക്ഷേ അദ്ദേഹം എന്താ ചെയ്ത്? തൻ്റെ രാജ്യത്തെ കുട്ടികൾക്ക് വേണ്ടി, പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി അവിടെ കാത്തിരുന്നു. രാഹുൽ ഗാന്ധിയോ പരീക്ഷ മുടങ്ങട്ടെ, കുറേ കുട്ടികളുടെ പരീക്ഷ മുടങ്ങിയാൽ ആ കുട്ടികളുടെ ചിത്രവും കാണിച്ച് അവരുടെ കണ്ണീരും കാണിച്ച് അതിൻ്റെ വിഷ്വൽസ് കാണിച്ച് നരേന്ദ്രമോദിയെ, കേന്ദ്ര സർക്കാരിനെ ആക്രമിക്കാം എന്നു കരുതി രാഹുൽ ഗാന്ധി. പക്ഷേ ഈ കുട്ടികളുടെ അച്ഛന്മാർ, മാതാപിതാക്കൾ പൊട്ടിത്തെറിച്ചു. അവരവിടെ നിന്ന് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നശിപ്പിച്ചിരിക്കുന്നു ഈ കോൺഗ്രസ് പാർട്ടി. രാഹുൽ ഗാന്ധിക്ക് ആ മീറ്റിംഗ് ഒന്ന് മാറ്റിവെച്ചാൽ എന്തായിരുന്നു? 2 മണിക്കുള്ള മീറ്റിംഗ് 4 മണിക്കാക്കിയാൽ എന്തായിരുന്നു? അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് മാറ്റിയാൽ എന്തായിരുന്നു? അതുമല്ലെങ്കിൽ മറ്റൊരു ഗ്രൗണ്ടിലേക്ക്, ഈ പരീക്ഷാ സെൻറ്റർ പ്രവർത്തിക്കുന്ന RC കോളേജിന് അടുത്തുള്ള ഗ്രൗണ്ടിൽ ഈ സമ്മേളനം നടത്താതെ ദൂരെ എവിടെയെങ്കിലും മാറ്റിവെച്ചുകൂടായിരുന്നോ? ചെയ്യില്ല. കാരണം ഇവർക്ക് മനുഷ്യൻ്റെ സങ്കടങ്ങളോട്, വിഷമങ്ങളോട് സഹാനുഭൂതിയൊന്നുമില്ല. രാജ്യം എങ്ങനെ നശിപ്പിക്കാം, രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ എങ്ങനെ നിരന്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കാം എന്നു മാത്രം കണക്കാക്കിയിരിക്കുന്ന ഒരു മനുഷ്യൻ. നമ്മളൊക്കെ ഒരുപാട് തവണ ഇയാളെ പപ്പു എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പറയും, പലപ്പോഴും പല വീഡിയോകളിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവർ, ഇയാൾ പപ്പു ഒന്നുമല്ല, ഇയാൾ ക്രൂരനാണ്. ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും ഒരു മടിയുമില്ലാത്ത, ഒരിറ്റു ദയയില്ലാത്ത, ഒരിറ്റു അനുകമ്പയില്ലാത്ത, ഈ രാജ്യത്തോട് മമതയില്ലാത്ത ശകുനിയെപ്പോലൊരു മനുഷ്യൻ ഇന്നുണ്ടെങ്കിൽ അയാളുടെ പേര് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ പേരാണ്. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ പരീക്ഷ നടക്കുന്ന സമയത്ത് ഈ റാലി നടത്തണമായിരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ, അദ്ദേഹം പോകുന്ന വഴിക്ക് എല്ലാ സിഗ്നലുകളും ഓഫ് ചെയ്ത് 50 വാഹനങ്ങളിലാകുമ്പോഴൂടെ പോകുന്നില്ല. കാരണം പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ ജനങ്ങളെ ദ്രോഹിച്ചത് എങ്ങനെയാണെന്ന് തികഞ്ഞ ബോധ്യപ്പെട്ട് വന്നിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. ഞാൻ കരുതുന്നു ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനത്ത് VD സതീശനായിരുന്നു കോൺഗ്രസിൻ്റെ വലിയ നേതാവെങ്കിൽ, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവെങ്കിൽ, അദ്ദേഹം പറയുമായിരുന്നു ഈ സമ്മേളനം നടക്കുന്നത് പരീക്ഷ നടക്കുന്ന ഹാളിനടുത്തായതുകൊണ്ട് അവിടെ വേണ്ട, ഈ സമയത്ത് വേണ്ട എന്ന് സതീശൻ വരെ പറയുമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ സ്റ്റേച്ചറുമായിട്ട് നോക്കുമ്പോൾ ചെറിയ നേതാവാണല്ലോ സതീശൻ. പക്ഷേ പലപ്പോഴും 1 മാസം കൊണ്ട് VD സതീശൻ തെളിയിച്ചു കഴിഞ്ഞു രാഹുൽ ഗാന്ധിയേക്കാൾ എത്രയോ ഫാർ ബെറ്ററാണ് VD സതീശൻ എന്ന് സതീശനെ പുകഴ്ത്താൻ പറയുന്നതല്ല. പക്ഷേ നരേന്ദ്രമോദി എന്ന രാജ്യത്തിൻ്റെ അഭിമാനമായ, ലോകം പ്രതീക്ഷയോടെ നോക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാണിച്ചു തന്ന മാതൃക നമ്മുടെ മാധ്യമങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? മോദി എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ പരീക്ഷാ സെൻറ്ററുകളിൽ എല്ലാ കുട്ടികളും കയറുന്ന 2 മണി വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ വിമാനത്താവളത്തിൽ 45-48 മിനിറ്റ് കാത്തിരുന്നു. എന്നിട്ടാണ് അദ്ദേഹം പോയത്. അതേസമയം രാഹുൽ ഗാന്ധിയോ? അപ്പോൾ ഒരുപാട് മാതാപിതാക്കൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. അവർ അങ്ങനെ കാര്യമായി ഈ രാജ്യത്തെ മുഴുവൻ മാതാപിതാക്കളും ഇത് മനസ്സിലാക്കിയാൽ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഈ കാപട്യം, ഈ കുട്ടികൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് പറയുന്ന കാപട്യം മനസ്സിലാകുമെന്ന് അറിഞ്ഞിട്ട്, നരേന്ദ്രമോദി എന്ന മനുഷ്യൻ്റെ യശസ് ഇനിയും കൂടുമെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ഈ 2 സംഭവങ്ങൾ മറച്ചു വെച്ചു. ഇന്ന് ഏതെങ്കിലും പത്രത്തിൽ നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ നോട്ടക്കുറവാണോ എന്നറിയില്ല. ഏതെങ്കിലും ചാനലിൽ നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടില്ല കേട്ടോ. ഒരുപക്ഷെ എൻ്റെ നോട്ടക്കുറവായിരിക്കും. കണ്ടവർ താഴെ വന്ന് കമൻറ്റ് ചെയ്യൂ. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണപക്ഷത്തിൻ്റെ നേതാവും പ്രതിപക്ഷത്തിൻ്റെ നേതാവും എടുത്ത 2 നിലപാടുകൾ. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ദിശാബോധവും രാജ്യത്തെ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ലക്ഷ്യവും. രാജ്യത്തെ തകർക്കുക, രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കുക, രാജ്യത്തെ കലാപം ഉണ്ടാക്കുക, രാജ്യത്തെ ചെറുപ്പക്കാരുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുക, എന്നിട്ട് അവരെ കൊണ്ട് പറ്റുമെങ്കിൽ ഈ കൊട്ടാരത്തിന് തീയിട്ട് അവിടെ കയറി ഇരിക്കുക എന്ന് മാത്രം ലക്ഷ്യമിടുന്ന ഒരു മനുഷ്യൻ ഇതിലപ്പുറവും ചെയ്യും. ഏതായാലും ഒരച്ഛൻ്റെ രോദനം
നമ്മൾ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ലോകം അങ്ങനെയെങ്കിലും അറിയട്ടെ. കാരണം ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെയാണ്. നരേന്ദ്രമോദിയുടെ കാര്യങ്ങൾ പറയില്ല, നരേന്ദ്രമോദി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറയില്ല, പ്രതിപക്ഷ നേതാവ് കാണിക്കുന്ന ജുഗുപ്സാപകമായ കാര്യങ്ങളും കാണിക്കില്ല. മാധ്യമങ്ങളെ വെറുതെയല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ മാപ്രകൾ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ചാനൽ ഇത്തരം കാര്യങ്ങൾ നിരന്തരം നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായും ഇന്നത് ചെയ്യണേ.